നിങ്ങളുടെ മുമ്പിൽ എത്ര കേസുകൾ വന്നു? മനുഷ്യരുടെ അന്തസ്സിനെ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ എത്ര കേസ് സംഗതികളുമായി ബന്ധപ്പെട്ട കേസ് വന്നു? ഗുരുതര സ്വഭാവമുള്ള എത്ര കേസ് വന്നു? എങ്ങനെയാണ് ഒരു ഹാബിച്വൽ ഒഫൻഡർ, ഒരു സീരീസ് ഓഫ് ഒഫൻസിന് മാത്രം കമ്മിറ്റ് ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ ചുമ്മാ ഇറങ്ങി നടക്കുന്നത്? ഇറങ്ങി വന്നിട്ട് അയാൾ വീണ്ടും ഇത്തരം ഈ കണ്ടന്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്? കോടതിക്ക് അയാളെ പേടിയാണ്. കോടതിയിലിരിക്കുന്ന മജിസ്ട്രേറ്റുമാർക്കും ജഡ്ജിമാർക്കും ഈ വക ആൾക്കാരെ പേടിയുണ്ട്. ജാമ്യം കൊടുത്തില്ലെങ്കിൽ നാളെ ഇവൻ നമുക്കെതിരെയും ഹണി ട്രാപ്പ് ആരോപണം ഉന്നയിച്ചിരുന്നുള്ള ഭയപ്പാടാണ്. വേറെ ആർക്കുണ്ട്? 127 കേസുള്ള ഒരാൾ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? ഞാൻ പിന്നെയും പ്രധാനമാണെന്ന് പറഞ്ഞ് നടക്കും? എങ്ങനെ പറ്റും ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ആരാണ് ഉത്തരവാദി? ഇങ്ങനെ വിഷം നിറയുന്ന കണ്ടന്റുകൾ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ജനങ്ങളുടെ ആൾക്കാരുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുകയും ചെയ്താൽ നിങ്ങൾ റോഡിൽ ഇറങ്ങി നടക്കുമ്പം ദുരനുഭവങ്ങൾ ഉണ്ടാവും. ആ ദുരനുഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെട്ടേക്കാം. അത് നിയമവാഴ്ച കയ്യിലെടുക്കുക എന്ന് പറയുന്നതിന് തുല്യമാണ്. ആരാണ് അത് തടയേണ്ടത്? ഞാൻ ചോദിക്കണ്ടേ? ആരാ തടയേണ്ടത്? കുഴപ്പമുണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ ആ ഒരാളെ അവസാനിപ്പിക്കാൻ, ആ ഒരാളെ അയാളുടെ ഒരു മോശം പ്രവർത്തനത്തെ തടയാൻ കോടതിക്ക് കഴിയണം. ഏതു മാർഗത്തിലൂടെയും കഴിയണം. കഴിയാതെ വന്നാൽ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, പോലീസൊന്നും ചെയ്യുന്നില്ല, കോടതി ഒന്നും ചെയ്യുന്നില്ല, നിയമമൊന്നും ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ പിന്നെ എന്താണ്? ഈ നിയമവാഴ്ച ആളുകൾ കയ്യിലെടുക്കുന്ന തരത്തിൽ ആളുകളെ നിങ്ങൾ നിരാശരാക്കരുത്. അതാണ് എനിക്ക് സിസ്റ്റത്തോട് പറയാനുള്ളത്. ആളുകൾ പരാതിയുമായി വന്നാൽ ആ പരാതിക്ക് തീർപ്പുണ്ടാക്കണം. കുഴപ്പക്കാർ വിലസുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള ബാധ്യത ഭരണകൂടത്തിനും ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള സിസ്റ്റത്തിനും എല്ലാം ഉണ്ട്. ഇല്ലെങ്കിൽ ഇത് സംഭവിക്കും. ഇത് സംഭവിക്കാതിരിക്കാൻ ചെയ്യേണ്ട പണി എന്താണോ ആ പണി എടുക്കുകയാണ് പ്രധാനം.